ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ദിവസമാണ് കേട്ടോ. കാരണം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ശ്രുതിയുടെ കല്യാണത്തിന് പോവുകയാണ്. കല്യാണ തലേന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓട്ടോയ്ക്കാണ് കേട്ടോ പോകുന്നത്. നാരോക്കാവ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് അവിടെ റിസപ്ഷനും മാരേജും ഒക്കെ. അപ്പോൾ ഞങ്ങൾ തലേന്ന് പോവുകയാണ് കേട്ടോ. അവിടെ ഹൽദിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളോട് ചെല്ലാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ പോവാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഓട്ടോ കാത്ത് നിൽക്കുമെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഞങ്ങൾ ഓട്ടോ കാത്ത് നിൽക്കുകയാണ്. അപ്പോൾ അതിന് മുന്നേ എല്ലാവരും റെഡി ആയപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതാണ് കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാനൊരു ഒരു സിമ്പിൾ കുർത്തിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതാ റിസപ്ഷനായിട്ട് തന്നെ എടുത്ത ഒരു കുർത്തിയാണ് കേട്ടോ. ഗൈസ്, എങ്ങനെയുണ്ടെന്നൊക്കെ കമൻറ്റ് ചെയ്യണേ. പിന്നെ അത് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ ഓട്ടോ വന്നിട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കയറിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഓട്ടോയുടെ പ്രത്യേകത, അപ്പുറത്തും ഇപ്പുറത്തും സീറ്റുള്ളതുകൊണ്ട് തന്നെ ഫേസ് ടു ഫേസ് ആയിരിക്കും കേട്ടോ ഇരിക്കാൻ, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഞങ്ങൾ ഇടക്കര എത്തിയപ്പോൾ എന്തോ ഒരു മുസ്ലിം സംസ്ഥാന സമ്മേളനം നടക്കുന്നത് ആയിരുന്നു കേട്ടോ. എന്താ കറക്റ്റായിട്ട് ഏത് പ്രോഗ്രാമാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തൊരു സംസ്ഥാന സമ്മേളനമാണെന്ന് എനിക്കറിയാം. അപ്പോൾ അത് പകുതി എത്തിയപ്പോഴത്തേനും മോനെ ഉറങ്ങി കേട്ടോ. പിന്നെ അങ്ങനെ വണ്ടിയുടെ അകത്ത് ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ വലിയ ക്ലിയറും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ പിന്നെ അവിടെ ഏകദേശം ഒരു 9-9:30 ആയപ്പോഴത്തേക്കിനും ഞങ്ങൾ ഓഡിറ്റോറിയത്തിലെത്തി കേട്ടോ. ഓഡിറ്റോറിയത്തിലെത്തി ഞങ്ങളവിടെ എത്തി. അപ്പോൾ എൻ്റെ ഫ്രണ്ടും അവളുടെ സിസ്റ്റേഴ്സ് എല്ലാവരും കൂടി ചേർന്നിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയായിരുന്നു. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ അവളെ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പേര് ശ്രുതി. എൻ്റെ ഇപ്പം ക്ലാസ്സിൽ പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷേ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചിയുടെ മോളാണ്. എനിക്ക് ചെറുപ്പം മുതലേ അറിയുന്ന ഒരു കുട്ടിയാണ് കേട്ടോ. എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യണതിൽ ഏറ്റവും നല്ല ഒരാളാണ് ശ്രുതി. അവൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഇനി അങ്ങോട്ട് അവൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെ ആയിരിക്കട്ടെ. കാരണം എനിക്ക് സപ്പോർട്ട് ചെയ്യാനും എന്നെ മനസ്സിലാക്കി എൻ്റെ കാര്യങ്ങളിൽ നിന്ന് നല്ല കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാനും എൻ്റെ ചീത്ത കാര്യങ്ങളായാലും ശരി, അവൾ തുറന്ന് പറഞ്ഞൊരു പ്രകൃതമാണ്. എല്ലാതും എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ. ഗൈസ്, എനിക്ക് അങ്ങനെ ഒരുപാട് പേരൊന്നുമില്ല എൻ്റെ കൂടെ, പക്ഷേ എൻ്റെ ഫ്രണ്ട്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി ആണ് കേട്ടോ. അപ്പോൾ ഗൈസ്, അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടികളുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികളുടെ ഡാൻസ് അവരുടെ ഫാമിലിയിലെ കുട്ടികളുടെ ഡാൻസാണ് കേട്ടോ. കുറച്ച് നേരം ഞങ്ങൾ ഡാൻസൊക്കെ കണ്ടിരുന്നത്. പിന്നെ ഞാൻ ഇതിനായിട്ട് വെയിറ്റ് ചെയ്തിട്ട് തന്നെ അവൾ പറഞ്ഞിരുന്നു ഡാൻസ് പ്രോഗ്രാമൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ അവളും അവളുടെ കസിൻസ് എല്ലാവരും കൂടി ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവളുടെ ഡാൻസ് കഴിഞ്ഞ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അപ്പോൾ എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ തലേന്നത്തെ ഭക്ഷണം. പിന്നെ അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോൾ പിന്നെ എൻ്റെ അനിയത്തി പാട്ട് പാടിയിട്ട്, എൻ്റെ ചെറിയ അനിയത്തിയാണ് കേട്ടത്. പാട്ട് പാടലൊക്കെ കഴിഞ്ഞ് ഏറ്റവും അവസാനമായിട്ട് എൻ്റെ മോളും എൻ്റെ അനിയത്തിയുടെ മോനും കൂടെ ചേർന്ന് ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡാൻസൊക്കെ കളി കണ്ട് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ച് ഏകദേശം ഒരു 12 മണിയൊക്കെ ആയിട്ട് ഇവിടെ വീട്ടിലെത്തിയപ്പം. അപ്പോൾ ഗൈസ്, ഇത്രയുള്ള ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ ഞാനിന്ന് പറഞ്ഞ പോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.